Hi viewers. I'm going to speak to you about guaranteed and ULIP plans. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗ്യാരണ്ടിയും ULIP plans ആണ്. In this video, we are going to discuss guaranteed and ULIP plans. My name is Ike George and I am a licensed HDFC financial consultant. ഈ വീഡിയോയിൽ നമ്മൾ ഗ്യാരണ്ടീഡും യൂലിപ്പ് പ്ലാൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഐ ജോർജ് ആണ്. ഞാൻ HDFCയുടെ ഒരു ലൈസൻസ് ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. HDFC Life Insurance Company comes under IRDA and therefore I am an IRDA certified financial consultant. HDFC Life Company അത് IRDA അണ്ടർ ആണ്. ഞാനും ഒരു IRDA സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. ഞാൻ 10 വർഷമായിട്ട് HDFCയുടെ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. ഇത് എനിക്ക് കിട്ടിയ ഒരു പ്രൈസ് ആണ്. 10 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൈസ് ആണ്. അപ്പം ആദ്യം first thing, the first questions that come in the mind of a customer is, why should I take insurance and what benefits would I get? This is what we're going to discuss in today's video. ആദ്യമായിട്ട് ഒരു കസ്റ്റമർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: എന്തിനാ ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടത്? പിന്നെ എനിക്ക് എന്തോ പ്രയോജനം കിട്ടും? ഇൻഷുറൻസ് എടുത്താൽ എന്തോ പ്രയോജനമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇതാണ്, ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം there are two types of plans, guaranteed and ULIP plans. We will discuss them one by one. രണ്ട് പ്ലാൻ ഉണ്ട് HDFC ഇൻഷുറൻസ് കമ്പനിക്ക്. ഒന്ന് ഗ്യാരണ്ടീഡ് പ്ലാൻ ആണ്, മറ്റേ യൂലിപ്പ് പ്ലാൻസ് ആണ്. ഓക്കെ, സോ ഇത് ഒന്നൊന്നായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ പോകാം. Alright. അപ്പം to get more videos of this type, I would like you to like, share, subscribe and put it in your comments. ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, ആൻഡ് നിങ്ങളുടെ കമന്റ്സും ഏറ്റവും വാല്യുബിൾ ആണ്. കമന്റ്സ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കൂ. So let's get into the matter. First of all, okay, before we get into the matter, it is Christmas time. You can see the Christmas tree over here. So wishing all my viewers a very happy Christmas and a peaceful and happy New Year. Okay, a joyful, peaceful, happy New Year. All right. So let's get into the plans. The plan in the guaranteed plans. What is the first plan? Guaranteed plan. Okay. So this is a guaranteed plan. Okay. Now, for those who do not want to take too much risk and who want guaranteed returns, these plans are free. ചില ആൾക്കാർക്ക് അവർക്ക് ഒത്തിരി റിസ്ക് എടുക്കണ്ട, അവർ ഉണ്ടാക്കിയ പൈസ അത് സേഫ് ഗാർഡ് ചെയ്യണം, അത് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗ്യാരണ്ടീഡ് പ്ലാൻസ്. ഓക്കെ, സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? ഇതിൽ എന്താണ് ഫീച്ചേഴ്സ്? ഒക്കെ, സോ ഫസ്റ്റ് ആദ്യത്തെ ഫീച്ചർ ഇതാണ്, ഇൻഷുറൻസ് കവറേജ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ബെനിഫിറ്റ് ഈസ് insurance coverage, wherein you protect your loved ones in case of your unfortunate demise. ആദ്യത്തെ ബെനിഫിറ്റ് ഇതാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഒരു
ഐ മീൻ നിങ്ങൾക്ക് വെള്ളം സംഭവിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെള്ളം സംഭവിച്ചാൽ, നിങ്ങളുടെ ലവ്ഡ് വൺസും നിങ്ങളുടെ കൂടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതാണ്. So if you take a policy of 2 lakhs and you are under 50 years old, right? You have a cover that is 10 times the premium, which means that you will have a cover of 20 lakhs. Okay. The moment you start the policy term. So in case of your unfortunate demise, your nominee will get 20 lakhs. ഈ ഇൻഷുറൻസ് കവറേജ് എന്താണ്? നിങ്ങൾ ഒരു പോളിസി എടുത്താൽ 2 ലക്ഷത്തിന്റെ പ്രീമിയം, ആദ്യത്തെ പ്രീമിയം കൊടുത്താൽ, നിങ്ങൾ 50 വയസ്സിന്റെ താഴെയാണെങ്കിൽ അതിന്റെ 10 മടക്കം അല്ലെങ്കിൽ 10 ടൈംസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടും. അത് 20 ലക്ഷമാണ് കിട്ടുന്നത്. ഓക്കെ. സോ അപ്പം അത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ആദ്യത്തെ നിങ്ങൾക്ക് ഒരു അൺഫോർച്ചുനേറ്റ് ഡിമൈസ്, നിങ്ങൾക്ക് വെള്ളം സംഭവിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെള്ളം സംഭവിച്ചാൽ നിങ്ങളുടെ നോമിനിക്ക് 20 ലക്ഷം കിട്ടും. ഓക്കെ. വേറെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ, അതിന്റെ കമ്പാരിസൺ ആയിട്ട് എടുക്കാൻ, okay, just compare it to another. So in other financial instruments, if you put about 2 lakhs, all right, at an interest rate of about 7%, you will get at the end of the year 14,000 rupees. That means finally, if you add the maths, you get 2 lakhs and 14,000 rupees, right? If something happens to you in that 1 year, your loved ones will just get 2 lakhs and 14,000. That's it. Whereas if you have an insurance, you would have got 20 lakhs, right? നിങ്ങൾക്ക് വേറെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ പൈസ ഇട്ടാൽ, 2 ലക്ഷം ഇട്ടാൽ, അതിൽ 7% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ വർഷത്തിന്റെ അവസാനം നിങ്ങൾക്ക് 2 ലക്ഷം 14,000 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ. അത് കിട്ടും. എന്നാൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം കിട്ടിയേനെ. ഓക്കെ. സോ ഇങ്ങനെ 2 ലക്ഷം 14,000 കിട്ടിയ ആൾക്കാർക്ക് അവിടെ യുനോ ലവ്ഡ് വൺസ്, അവർക്ക് ഇത് ചിലപ്പം പ്രയാസങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, വന്നേനെ. രണ്ടാമത്തെ ദിവസം ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ്. ഓക്കെ. whatever is the guaranteed returns in the policy, you are bound to get those returns, which means you will get a steady income, okay, year by year, or a lump sum amount at the end of the policy term. അപ്പം രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ഇതിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺസ്, നിങ്ങളുടെ പോളിസിയിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആയി ആണ് കിട്ടാൻ പോകുന്നത്. മീൻസ് നിങ്ങൾക്ക് അതിൽ ഗ്യാരണ്ടീഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഡി റിട്ടേൺസ് ആയിട്ട്, അത് ഇൻകം ആയിട്ട് മാസമായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ആയിട്ട് നിങ്ങൾക്ക് പൈസ ഇൻകം കിട്ടും. അല്ലെങ്കിൽ അതിന്റെ എൻഡ് ഓഫ് ദി ടേം, പോളിസി ടേമിന്റെ എൻഡിൽ നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, യു ഗെറ്റ് ടാക്സ് ബെനിഫിറ്റ്സ്. ഓക്കെ, ഫോർ ദ പ്രീമിയം പെയ്ഡ് ആൻഡ് ദി സം അഷ്യൂർഡ് at maturity, you get tax benefits. Okay, അതേ ഇതിൽ നിങ്ങൾ പേ ചെയ്ത പ്രീമിയം ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. പേ ചെയ്ത പ്രീമിയവും അതിന്റെ മെച്യൂരിറ്റി സമയത്തിൽ നിങ്ങൾക്ക് അത് ടാക്സ് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. റൈറ്റ്. സോ നാലാമത്തെ കാര്യം എന്താണ്? റീഇംബേഴ്സ്മെന്റ് ഓപ്ഷൻ. ഓക്കെ, ഇഫ് യു ആർ വൈസ് ഇനഫ്, you can reinvest the amount you accumulate and make further wealth. അവിടെയാണ് നിങ്ങൾക്ക് ഇത് ഈ ഇൻകം ഒക്കെ കിട്ടുമ്പോൾ ആ ഇൻകം വീണ്ടും യൂസ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും പൈസ ഉണ്ടാക്കാൻ സാധിക്കും.
അതിൽ ആണ് ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അഡ്വൈസ് ഉണ്ടെങ്കിൽ, ഏത് ഇൻസ്ട്രുമെന്റിലാണ് ഇത് റീഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആ അഡ്വൈസ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും അത് റീഇൻവെസ്റ്റ് ചെയ്യാം, അത് വെൽത്ത് ഉണ്ടാക്കാം. അടുത്ത നമ്മൾ വരുന്നത് ULIP plans ആണ്. The next thing we are coming to is ULIP plans. എന്താണ് ULIP plans? Okay. ULIP means unit linked insurance plan. Unit linked പറയുമ്പോൾ unit linked, when you are saying it is linked with the market, okay, the stock market, it is linked with the stock market, and there is also an insurance in the plan, right? So that is why it is called ULIP plans. Okay. So Adim, so insurance, first, what are the benefits that you get? First, you get insurance coverage. Okay, if you put in 2 lakhs per annum, you will get a sum assured of about 20 lakhs. Okay, ULIP means unit linked with insurance plans. Okay, other അവിടെയും യു ഗെറ്റ്, അവിടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അത് 2 ലക്ഷം ഇടുമ്പോൾ 10 മടങ്ങും ഇത് 50 years, 50 വർഷത്തിന്റെ താഴെയിലാണെങ്കിൽ 10 ടൈംസ് ആണ് നിങ്ങൾക്ക് ഇത് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. റിട്ടേൺസ്. Okay, for those who are young, ULIP is a good option because it is linked with the market. Okay, though there are chances of fluctuations, if you are wise enough to study the market and know how to read the ebbs and flows, you can make money. Okay, it depends on your risk appetite. If you are willing to take the risk and have the time to spare, you can make wealth. Okay, however, it is fraught with danger. And that is why ULIP plans have managers who put your money into different funds, from high risk to low risk fund. So there is always a possibility of higher returns. ഈ ULIP returns എന്താണ്? ഇപ്പം ഇന്ത്യയിൽ നോക്കുമ്പോൾ അടുത്ത വർഷങ്ങളൊക്കെയും നോക്കുമ്പോൾ, younger generation, the middle class is going to be the future of India. So there is the young brigade. Okay, avarku ULIP plans ഏറ്റവും നല്ല പ്ലാൻസ് ആണ്. Okay, because because അവർക്ക് സമയമുണ്ട്. ULIP plans അത് മാർക്കറ്റിൽ ഇടുമ്പോൾ കുറെ സമയം വേണം അത് ഗ്രോ ചെയ്യാൻ. Right? So, and not only that, അവിടെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണും. ഫ്ലക്ച്വേഷൻസ് ഒക്കെ ചിലപ്പം മാർക്കറ്റ് താഴെ പോവും, മേളിൽ വരും. അങ്ങനെ ഫ്ലക്ച്വേഷൻസിൽ അവർക്ക് സമയമുണ്ട് അത് വെയിറ്റ് ചെയ്യാനും. സോ ഇവരൊക്കെ അത് പഠിക്കുമ്പോൾ, മാർക്കറ്റ് ULIP പ്ലാൻസിൽ അത് പഠിക്കുമ്പോൾ, എബ്സ് ആൻഡ് ഫ്ലോസ്, ഈ മാർക്കറ്റിന്റെ എബ്സ് ആൻഡ് ഫ്ലോസ്, എപ്പോഴാണ് മേടിക്കേണ്ടത്, എപ്പോഴാണ് സെൽ ചെയ്യേണ്ടത് ഒക്കെ അത് നോക്കുമ്പോൾ നല്ലതായിട്ട് വൈസ് ആയിട്ട് നമ്മൾ ഡിസിഷൻസ് ഉണ്ടാക്കിയാൽ അതിൽ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാം. എന്നാൽ അണ്ടർലൈൻ ചെയ്യാൻ അവിടെ റിസ്ക്സ് ഉണ്ട്. ചിലപ്പം നമ്മൾ വായിക്കാനൊക്കെ, ഈ എബ്സ് ആൻഡ് ഫ്ലോസ് അത് പഠിക്കാനൊക്കത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പല ഫോഴ്സസ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ അത് ശരിക്കും പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല അഡ്വൈസ് ഒക്കെ കിട്ടാതെ പോയാൽ ചില സമയത്തിൽ ഡേഞ്ചർ ആയിട്ട് നമുക്ക് കുറെ പൈസ പോകാൻ സാധിക്കും. അപ്പം ഡേഞ്ചേഴ്സ് ഉണ്ട്, മാർക്കറ്റിൽ ഡേഞ്ചേഴ്സ് ഉണ്ട്. എന്നാൽ അതുകൊണ്ടാണ് നിങ്ങൾ ULIP പ്ലാൻസ് എടുക്കുമ്പോൾ അവിടെ മാർക്കറ്റ് മാനേജേഴ്സ് ഉണ്ട്, ഇത് നിങ്ങളുടെ ഫണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യാൻ. അപ്പം ആ മാനേജേഴ്സ് എന്ത് ചെയ്യും, ഈ ഫണ്ട്സ് ഒക്കെ പല ഫണ്ട്സിൽ, ഹൈ റിസ്ക് ഫണ്ട്സും ലോ റിസ്ക് ഫണ്ട്സിൽ അത് പല സ്ഥലത്തിൽ അവിടെ പൈസ ഇട്ടിട്ട് ഈ മാർക്കറ്റ് ഒക്കെ എബ്സ് ആൻഡ് ഫ്ലോസ്, മാർക്കറ്റിന്റെ എബ്സ് ആൻഡ് ഫ്ലോസ് വരുമ്പോൾ അവരൊക്കെ നിങ്ങളുടെ ഫണ്ട്സ് എടുത്ത് സ്വിച്ച് ചെയ്തിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ
അവരുടെ ജോലിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടെ സേഫർ ആണ്. നിങ്ങൾക്ക് അത് മാർക്കറ്റ് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാനേജർ ഉണ്ട്, ഹെഡ്ജ് മാനേജേഴ്സ് ഉണ്ട്, അവർ ഇതൊക്കെ നോക്കിയിട്ട് അത് പഠിച്ച് അവർ ഒക്കെ നിങ്ങളുടെ ഫണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, സമയമുണ്ട്, അതുകൊണ്ട് അത് ഈ ഫണ്ട്സ് ഗ്രോ ചെയ്താൽ ഇച്ചിരി കൂടെ റിട്ടേൺസ് കിട്ടാൻ സാധ്യത ഉണ്ട്. ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ younger generations, it is for all generations. Okay, it is only thing is you need to know how the market works and be able to make your decisions with good advice. Okay, right. മൂന്നാമത്തെ കാര്യം എന്താണ്? ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. There are tax benefits for both premium paid and the maturity amounts. ഇതിൽ നമ്മൾ പ്രീമിയം പേ ചെയ്യുന്ന സമയത്തിലും അത് മെച്യൂരിറ്റി സമയത്തിലും കിട്ടുന്ന മെച്യൂരിറ്റി അമൗണ്ട് അതിന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ then there is the reinvestment thing. So reinvestment, you can reinvest the money. If you are wise enough, you can reinvest your money to make further wealth and grow your corpus capital. Okay, so wise anengil kittunna paisa you can reinvest and you can use after about 5 years. There is a lock-in period of 5 years. You can build up your corpus and you can use it maybe for if you have an emergency like a health problem, you have a children's education, you have a marriage coming up, or you have other or maybe you can take this money and use up, you have open another account, this thing, and a pension plan and put it for pension. Okay, you can use this corpus amount, you can use this amount for something different. Okay, as you say. So with that we come to the conclusion of this topic. So I hope you have understood to a certain extent. I've tried to simplify this as simple as possible so that a lay person may understand what a guaranteed plan is and what a ULIP plan is. Okay, so there are guaranteed plans and there are also ULIP plans. Okay, HDFC Life Insurance Company offers a host of guaranteed and ULIP plans. All right. So HDFC ഉള്ള കമ്പനി അത് ഗ്യാരണ്ടീഡും ULIP plans, പല ULIP plans ഉണ്ട്, പല guaranteed plans ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യാൻ സാധിക്കും. But at the same time you need to have somebody who can advise you, who can give you expert advice and who can help you and guide you to choose the right type of plan so that you can build up your corpus amount, you can build up your wealth. Okay? So for that you have financial consultants like myself and others, and you have managers also, all right, who can help you to build your wealth. ഇതിനാണ് ഇത് സ്വന്തമായിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസും മാനേജേഴ്സും ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കും. അതെങ്ങനെയാണ്? അതാണ് they are called financial consultants. That means നിങ്ങൾക്ക് ഒരു ഡോക്ടറിന്റെ അവിടെ പോയാൽ ഡോക്ടർ എന്താ രോഗിയാണെങ്കിൽ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് മെഡിസിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്ന് പറയും. അതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. So if you for more information you can call 9846301374. The number will be put below. Okay, so we come to the end of this time, and friends, if you like this video, I would like you to like, share, subscribe and press the notification button for more such videos. Your comments are also valuable for me to produce more such videos. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ കമന്റ്സും ഏറ്റവും വാല്യുബിൾ ആണ്.
അപ്പം എനിക്ക് better videos, more informative, more educative videos എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. Okay, so remember, okay, that I provide solutions and I have you covered, right? Again, so till we meet again, here am I, and I am signing off. Goodbye. Thank you for watching the video.